പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്സൺ L3200 എന്ന പ്രിൻ്ററിൻ്റെ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം ചെയ്യാനുള്ളത് ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു. അവിടെ ഗൂഗിളിൻ്റെ ഹോം പേജ് എടുക്കുക. അവിടെ എപ്സൺ L3200 പ്രിൻ്റർ ഡ്രൈവർ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഇവിടെ സെർച്ച് ലിസ്റ്റിൽ നിങ്ങൾക്ക് കുറേ വെബ്സൈറ്റുകൾ കാണാൻ സാധിക്കും. അതിൽ ആദ്യം കാണുന്ന വെബ്സൈറ്റിൽ എപ്സൺ യൂറോപ്പ് എന്നാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ സൈറ്റ് ഓപ്പണായി വരുന്നതാണ്. അത് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ അക്സെപ്റ്റ് ആൾ കുക്കി എന്നുള്ളത് ടിക്ക് ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അക്സെപ്റ്റ് ആൾ കുക്കീസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ വിൻഡോസിൻ്റെ വെർഷൻ അല്ലെങ്കിൽ നമ്മൾ OSൻ്റെ വെർഷൻ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യണം. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കുറേ മാക്കിൻ്റെ വിൻഡോസിൻ്റെ വെർഷൻസ് കാണാൻ സാധിക്കും. ബ്രാക്കിൽ ഇതേപോലെ ഡിറ്റക്റ്റഡ് ആണ് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അതായിരിക്കും നിങ്ങൾ OSൻ്റെ വെർഷൻ വരുന്നത്. അത് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിൽ കാണുന്ന ഗോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജ് ഒന്ന് റീലോഡായി വരുന്നതാണ്. അവിടെ താഴോട്ട് വരിക. താഴോട്ട് വരുന്ന സമയത്ത് ഡ്രൈവേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടില്ലേ, ജസ്റ്റ് ആ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ ഫസ്റ്റ് കാണുന്ന ഡ്രൈവർ എന്ന് പറഞ്ഞാൽ കാണിക്കുന്നില്ലേ, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ താഴെ എപ്സൺ സ്കാൻ ടു ഉണ്ട്, അത് സ്കാനർ ഡ്രൈവറാണ്. അത് ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആ ഡ്രൈവറിൻ്റെ താഴെ കാണുന്ന ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഫയൽ ഡൗൺലോഡ് ആവുന്നതാണ്. ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഫയലിൻ്റെ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പൺ ആയി വരുന്നത് കാണാൻ സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ആൾറെഡി USB കേബിൾ കണക്റ്റഡ് ആണെങ്കിൽ റിമൂവ് ചെയ്യണം. ഇവിടെ നിങ്ങൾ ഓക്കെ എന്നുള്ളത് കൊടുക്കുന്നു. നിങ്ങൾക്ക് പ്രിൻ്റർ ഡിഫോൾട്ട് ആക്കണമെങ്കിൽ അവിടെ ഡിഫോൾട്ട് എന്നുള്ളത് ടിക്ക് ചെയ്തിട്ട് ഉപയോഗിക്കാം. ഇവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാം, എന്നിട്ട് ഓക്കെ എന്ന് കൊടുക്കുന്നു. ഇവിടെ എഗ്രി എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ എന്ന് കൊടുക്കുന്നതോടുകൂടി ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കണക്ഷൻ മെത്തേഡ് ചോദിക്കും. ആ സമയത്ത് മാത്രമേ കേബിൾ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യണം. അതിനു മുമ്പ് നിങ്ങൾ കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റിമൂവ് ചെയ്യണം, എങ്കിൽ എറർ ആവുന്നതാണ്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മോട് കണക്ഷൻ മെത്തേഡ് ചോദിക്കുന്നതാണ്. ഈ സമയത്ത് മാത്രമേ പ്രിൻ്ററും കമ്പ്യൂട്ടറും നമ്മൾ USB കേബിൾ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിറ്റക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നെക്സ്റ്റ് മെസ്സേജ് വരുന്നതാണ്, ഇൻസ്റ്റാളേഷൻ സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് വരുന്നതാണ്. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. യെസ്, അപ്പോൾ പ്രിൻ്റർ ഡ്രൈവർ ഇൻസ്റ്റാളേഷൻ സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നിങ്ങൾ കമ്പ്യൂട്ടറിൽ ബില്ലിംഗ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ വേർഡ് എക്സൽ എന്ന് വേണമെങ്കിൽ പ്രിൻറ്റ് കൊടുക്കാവുന്നതാണ്. ഞാൻ അപ്പോൾ ജസ്റ്റ് സാമ്പിളിന് വേണ്ടി ഞാനിവിടെ ജസ്റ്റ് കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്തു. ഡിവൈസ് ആൻഡ് പ്രിൻറ്റേഴ്സ് പോയിട്ട് ടെസ്റ്റ് പേജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ സിസ്റ്റം ഒന്ന് ജസ്റ്റ് റീസ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.